ജീവന്റെ ജീവനായ ഉറ്റവരെ കൂടാതെ ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ച് സമ്പാദിച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടമായ മുണ്ടക്കൈ ചൂരൽമലക്കാർക്ക് ഇന്നും ആ ദിനം മറക്കാനായിട്ടില്ല. മുണ്ടക്കൈ സ്വദേശി വിജയനെ പോലുള്ളവർക്ക് ഓരോ ദിവസവും ആ വേദനയോടൊപ്പമാണ് ജീവിതം മുന്നോട്ടു പോകുന്നത്. ചൂരൽമലയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലുണ്ടായത്. അതിവിടുത്തെ ജീവിതത്തെ വലിയ രീതിയിലാണ് ബാധിച്ചത്. നമുക്കൊപ്പം ചേരുന്നത് വിജയൻ എന്നാണ്. ഈ ഒരു മുഖം നമ്മൾ അന്ന് ആ ദുരന്ത സമയത്ത് എത്തിയപ്പോൾ മുതൽ കണ്ടു തുടങ്ങിയതാണ്. ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തലേ ദിവസം കൃത്യമായി തന്നെ അധികൃതരുടെ കാല് പിടിച്ചു വരെ പറഞ്ഞു ഒരു വലിയ അപകടം ഉണ്ടാകുന്നു, വലിയ മഴയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ആ ഒരു മുന്നറിയിപ്പ് ഒന്ന് കേട്ടിരുന്നെങ്കിൽ. തലേ ദിവസം ഞങ്ങൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഉൾപ്പെട്ടാൻ സാധ്യത ഉണ്ട്. ഞങ്ങൾ 2-3 ആൾ പറഞ്ഞിരുന്നു, പല ചാനലുകളും വന്നപ്പോഴും പറഞ്ഞിരുന്നു, അധികൃതർ പറഞ്ഞിരുന്നു, അവിടെ ഉള്ളവർക്ക് പറഞ്ഞിരുന്നു. അപ്പോഴൊന്നും അവരത് അത്ര കണക്കിലെടുത്തില്ല. ഇന്നും ആ ഭാഗത്തേക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര വേദന മനസ്സിൽ. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെയും ആ ഓർമ്മകൾ ഇങ്ങനെ മാനസികമായിട്ടുള്ള ഒരു നമ്മളൊക്കെ 2-3 മാസമായി അതിൽ നിന്ന് മോചിതനാകാൻ. ഡോക്ടർമാരുടെയൊക്കെ ഒരു കാരണത്തിലാണ് നമ്മൾ പിന്നെ ഈ നിലയിൽ വന്നത്. കാരണം അത്രയും മാനസികമായിട്ട് അതിൽ പെട്ടതാണ്. എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പോകുന്നു, അനിയത്തി പോകുന്നു, അങ്ങനെ ആ ഉരുളുപൊട്ടി വരുന്ന നമ്മൾക്കൂടെ നമ്മളെന്തൊരു ഭാഗ്യത്തിന്. പക്ഷെ ഭാഗ്യം എന്ന് പറയാനല്ല, നമ്മൾ അമ്മയെല്ലാം പോയില്ലേ, എല്ലാം പോയി. ആ രംഗം ഇന്നും മനസ്സിലേക്ക് ഓർക്കണം. അത്രയും വേദന ഉണ്ട്. കാരണം അത് നമ്മൾ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വേദന നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അത് എന്ത് ചെയ്യാൻ പറ്റും. തന്നെയാണ് അന്ന് ഒരുപാട് പേരെ ചേർത്ത് നിർത്തിയിരുന്നു. സ്വന്തം അമ്മ മുന്നിൽ നിന്ന് ആ ഉരുളെടുത്ത് പോകുന്നു. പക്ഷേ അന്ന് അങ്ങയുടെ ഒരു മനസാന്നിധ്യം ശരിക്കും കണ്ണു നിറയാതെ നമുക്ക് പോലും പറയാൻ പറ്റില്ല. ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ കൂടി പറ്റിയിരുന്നു. എൻ്റെ അമ്മയും അനിയത്തിയും പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ആളെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പറഞ്ഞു ഇങ്ങനെ പോകരുത് എന്ന്. ഒരുപാട് ആളുകൾ പറഞ്ഞു. അവിടെ ഒരു മനധൈര്യം കൊണ്ട് പോയിരുന്നു. എന്നോട് പോരുന്നെന്ന് പറഞ്ഞു. കാരണം അപകടമാണ്. കിണറുകൾ 5-5 സെൻറ്റ് സ്ഥലങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലം കിണറുകൾ, പിന്നെ ചളി ഇത്രയ്ക്ക് താന്നു പോകണം. എന്നാലും ഞാൻ എൻ്റെ ധൈര്യം, കാരണം അവരെ കരയാണ് അവിടെ കിടന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ധൈര്യത്തിൽ ഇറങ്ങി. അപ്പോൾ എൻ്റെ പിന്നാലെ സഞ്ജു ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ മറ്റേ കുട്ടനുണ്ടായിരുന്നു, ദിനേശ് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ 2 ആളും കൂടി ഉണ്ടായിരുന്നു. അവരൊന്നും ചെയ്ത് ആ ധൈര്യത്തിൽ അങ്ങനെ, കാരണം അത്രയും പേടിയല്ലായിരിക്കും, ജീവന് പേടി ആ സമയത്ത്. അതുതന്നെയാണ് എന്നും ഹൃദയത്തോട് ഈ നാട് ചേർത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. കാരണം അത്രത്തോളം ഒരു പ്രതിസന്ധിയിലാണ്. സ്വന്തം അമ്മയടക്കം ഈ ഒരു വലിയ മഹാദുരന്തത്തിൽ നഷ്ടമാകുമ്പോഴും ഒറ്റവരെ ആയിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച ഒരു മനസ്സ്. 16 പേരോളമുള്ള ആളുകളെ ആ മഹാദുരന്തത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാനായി എന്നത് ഒരു മഹാകാര്യം തന്നെയാണ്. പക്ഷേ മനസ്സിലുണ്ടാകുന്ന ആ വലിയ വേദന അത് ഒരിക്കലും നമുക്ക് എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും മതിയാകില്ല. ഇത് തന്നെയാണ് വയനാടിൻ്റെ കശ്മീർ എന്നറിയപ്പെടുന്ന ചൂരൽമല മുണ്ടക്കൈ. അതിപ്പോൾ നാമാവശേഷമായി വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ കാട്ടിറങ്ങുന്ന ജീവികൾ മാത്രമാണ് ഇപ്പോൾ ആ മേഖലയിലുള്ളത്. മനുഷ്യരാരുമില്ല. ആരും ഒന്നും മടങ്ങിപ്പോകാൻ പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഉറ്റവർ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ്, ഉറ്റവരെ നഷ്ടപ്പെട്ട മണ്ണാണ്. ആ വേദനയോടാണ് അവർക്കറിയുന്നത്. അതോടൊപ്പം തന്നെ ഈ വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. നമ്മളൊക്കെയും ആകുന്നത് പോലെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട്. പക്ഷേ കൂടുതൽ ചേർത്ത് പിടിക്കേണ്ട, അവർക്കുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കേണ്ടവർ അവഗണന തുടരുന്നു. അവിടെയാണ് മറ്റൊരു വേദന ഉണ്ടാകുന്നത്. അവരുടെ മനസ്സുകൾക്ക് പിന്നെയും വേദന. കാരണം ആ കാത്തിരിപ്പുണ്ട്, പ്രതീക്ഷകളുണ്ട്, അതിന് പോലും അവർക്ക് കഴിയുന്നില്ല അല്ലേ? അത് തന്നെയാണ് KP. പ്രത്യേകിച്ച് അരുൺ കൊടുങ്ങൂർ ഒരു വിജയൻ ചേട്ടനെയാണ് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചത്. ഇതുപോലെ എത്ര വിജയൻ ചേട്ടന്മാർ അവിടെ ഉണ്ടെന്ന് അറിയാമോ?